സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും സാമൂഹികമായ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് പരസ്പര ബഹുമാനത്തോടു കൂടി പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്, വിമർശിക്കാറുമുണ്ട്. അങ്ങനെയുള്ള തലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് സംഘി എന്നോ, കൃസംഗി എന്നോ, സുഡാപ്പി, കമ്മി, കൊങ്ങി. ആഹ്, അങ്ങനെ പല രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരെയും നമ്മൾ വിമർശിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെയുള്ള അതൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയിട്ടും അപ്പുറത്തുള്ളവർ വിശ്വാസമായിരിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം, മതപരമായിട്ടുമായിരിക്കാം. അത് ഒരു പരസ്പര ബഹുമാനത്തോടെയും പ്രതിപക്ഷ ബഹുമാനത്തോടും കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാറ്. എന്നിരുന്നാലും നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ അതിന് ഉദാഹരണമാണ്. അവരൊക്കെ പരസ്പരമായിട്ടുള്ള അവരുടെ പാർട്ടികളിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവര് അവര് തമ്മിലുള്ള സൗഹൃദം വളരെ വലുതാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം നാമധാരിയായ സ്ത്രീ അവർ കമ്മ്യൂണിസ്റ്റുമാണ്, മുസ്ലിമാണ് എന്നുള്ളൊരു ഇതിലാണ് വ്യക്തിപരമായിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ എതിർപക്ഷത്തുള്ളവരെ വിമർശിക്കുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഒട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് നമുക്കത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോ അവരുപയോഗിക്കുന്ന തെറി അതേ ഭാഷയിൽ ഇപ്പൊ എന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടല്ല, മറ്റു പലരെയും പറ്റിയാണ് അവർ പ്രതിപാദിക്കുന്നത്. അതുപോലെ അവർ ഉപയോഗിക്കുന്ന ഭാഷയിലും വളരെ വഷളായ രീതിയിലേക്കും നമുക്കത് കൊണ്ടുപോകാം. പക്ഷെ അതിനൊരു അതിർവരമ്പിന്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ നിലപാടുകളെയും വിശ്വാസങ്ങളെയും നമ്മൾ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഇത്രയും മോശമായ രീതിയിൽ വിമർശിപ്പിക്കപ്പെടാൻ പാടില്ല. കാരണം അത് എവിടെ ചെന്നെത്തും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും മോശമായ വാക്കുകൾ എനിക്കും ഉപയോഗിക്കാം. അത് നമ്മുടെ സംസാര സ്വാതന്ത്ര്യമാണ്. അവിടേക്ക് വഴുതി വീഴാതെ ഇപ്പൊ എന്നെ കൃസംഗി എന്ന് വിളിച്ചോ, സംഗി എന്ന് വിളിച്ചോ, എന്റെ നിലപാട് എന്ന് പറയുന്നത് ഇടത് ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ്. അത് ആവുന്നത്ര ബഹുമാനത്തോടു കൂടി ചെയ്യുക എന്നതാണ് എൻ്റെ ദൗത്യം. കാരണം എൻ്റെ വിശ്വാസ പ്രമാണം അതാണ്. അതിനെ വിമർശിക്കുമ്പോൾ അതിന് ഒരു തടയില്ലാതെ വരുമ്പോൾ നേരെ തിരിച്ച് വ്യക്തിപരമായ മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ അതൊട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മുസ്ലിം നാമധാരിയായ സ്ത്രീ വിമർശിക്കുന്നത് ജാമിദ ടീച്ചർ. അവര് ഇസ്ലാം മതം വിട്ടുവന്ന് അവരുടേതായ രീതിയിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളെ വിമർശിക്കുന്നു. ഈ സ്ത്രീ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മോശം പദം ഉപയോഗിക്കുന്ന സ്ത്രീ വിമർശിക്കുന്നത് ജാമിദ ടീച്ചറെയോ ആരിഫ് ഹുസൈൻ, അദ്ദേഹം മതം വിട്ടു വന്ന ആളാണ്, അതല്ലെങ്കിൽ MN കാരശ്ശേരി ഉണ്ട്, ഹമീദ് ചേന്ദമംഗലം, അങ്ങനെ ഒരു പറ്റം ജബ്ബാർ മാഷ്, പിന്നെ മതം വിട്ടു വരുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ മോശമായി വിമർശിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല് വ്യക്തിപരമായ ആക്രമണം നടക്കുമ്പോൾ അവർ വളരുകയാണ് ചെയ്യുക. ജാമിദ ടീച്ചറൊക്കെ അവര് എന്തോ വിവാഹം കഴിച്ചു, അവിടെ ക്രിസ്ത്യാനിനെ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞ് വേറെ മുസ്ലിമിനെ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞ് അവര് വിവാഹം കഴിക്കട്ടെ. ആണുങ്ങൾ അങ്ങനെ ഒരു 3-4 വിവാഹം കഴിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ ആണുങ്ങളെ നിങ്ങൾ വിമർശിക്കുമോ? അതുമല്ലെങ്കിൽ എന്നോട് ഇപ്പൊ അടുത്തൊരു മുസ്ലിം സഹോദരൻ ചോദിച്ചാണ്, ഞാൻ വളരെയധികം മുസ്ലിം സഹോദരങ്ങളായിട്ട് വാദപ്രതിവാദങ്ങളും ചർച്ചകളും, പക്ഷെ അവരൊക്കെ സുഹൃത്തുക്കളാണ്. അവരെ ഞാൻ പലയിടത്തും, ചിലർ ഇവിടെ വന്ന് കാണുന്നവരുണ്ട്, അങ്ങനെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് അവരൊക്കെ. അപ്പം എന്നോട് പറയാണ്, ആണുങ്ങൾക്ക് 72 ഹൂറികളെ കിട്ടും, ഇത് വേറെ നിങ്ങളുടെ വിശ്വാസത്തെ വിമർശിക്കലല്ല, ആ പെണ്ണുങ്ങൾക്ക് എന്താ കിട്ടാ? അപ്പൊ ഈ സ്ത്രീ വന്ന് ഇങ്ങനൊരു വിമർശനം മുന്നോട്ട് വെക്കുമ്പോ അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ പദപ്രയോഗങ്ങളാണ് അവരുടെ വിവാഹം, അവരുടെ വ്യക്തി ജീവിതം. അവര് 4 വിവാഹം കഴിച്ച ആണുങ്ങൾക്ക് വിവാഹം കഴിക്കുക, ആ സ്ത്രീക്ക് ആദ്യ വിവാഹം ക്രിസ്ത്യാനിനെ വിവാഹം കഴിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവര് രണ്ടാമതും കഴിച്ചു, മൂന്നാമതും കഴിച്ചു, അത് അവരുടെ ഇഷ്ടമാണ്. അത് അല്ലാതെ അവര് മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങളെ നേരിടാൻ സാധിക്കാണ്ടായപ്പോ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ വിഷയങ്ങളാണിത്. തന്നെയുമല്ല, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മതം വളർന്നിരുന്നത് തല്ലിയും കൊന്നും പേടിപ്പിച്ചായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ലോകത്തില്ല. കാരണം ഒരു തല്ലോ കൊല്ലോ അത് ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. ഭയം മൂലം നിങ്ങൾ മാറി നിൽക്കുന്നതാണ്. കാരണം ഒരു ചെറിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മേലേക്ക് മോഡി ആയാലും നെത്തിന്യാഹു ആയാലും
അങ്ങനെയുള്ളവരങ്ങോട്ട് കരുതി ലോകത്തിന്റെ മൊത്തം സപ്പോർട്ടോട് കൂടിയിട്ടാണ് വന്ന് ആക്രമിക്കുന്നത്. ആ ഒരു ഭയം ഇസ്ലാമിലെ തീവ്രവാദ വിഭാഗത്തിനുള്ളിൽ ശരിക്ക് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് വളരെ മ്ലേച്ഛമായ കമന്റ്സും അവരെ ഇങ്ങനെയുള്ള വ്യക്തികളെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഫസൽ കരാട്ടിനെ കുറിച്ചൊക്കെയാണ് ഈ സ്ത്രീ പ്രതിപാദിക്കുന്നത്. വളരെ മോശമാണ്. ആ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എത്ര എത്ര മോശമായ അപ്പൊ അനിൽ മുഹമ്മദ് ജാമിദ ടീച്ചറെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ അനിൽ മുഹമ്മദ് എന്ന വ്യക്തി ഓടി വന്നൊരു വീഡിയോ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇദ്ദേഹം വന്നിട്ട് കണ്ടോ, അവളുടെ ചരിത്രം കണ്ടോ എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് മിസ്റ്റർ അനിൽ മുഹമ്മദ് ജാമിദ ടീച്ചറിന്റെ ചരിത്രത്തിന് ഒരു മോശം? അവർ 2-3 വിവാഹം കഴിച്ചതാണോ? നിങ്ങളിലെ ആണുങ്ങള് ഈ 4ഉം 5ഉം വിവാഹം കഴിക്കുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതാണ് താങ്കൾ കാണിച്ചത്. കണ്ടോ, അവളുടെ ചരിത്രം കണ്ടോ, അവള് ക്രിസ്ത്യാനിനെ കല്യാണം കഴിച്ചില്ലേ എന്നതൊക്കെയായിരുന്നു വിമർശനം. അതാണോ താങ്കളുടെ വിഷയം? ജാമിദ ടീച്ചർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിമർശനമുണ്ടോ? അവർ മുന്നോട്ട് വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച്, ആ വിഷയത്തെ കുറിച്ച്. അതല്ലാതെ ഏതൊരു സ്ത്രീ, ഈ സ്ത്രീ മുസ്ലിം നാമധാരിയാണ്, കമ്മ്യൂണിസ്റ്റ് ആണെന്നും പറയുന്നുണ്ട്, പലതരത്തിലുള്ള ചിന്താഗതികളിലാണ് അവർ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നത്. അതിന് താങ്കൾ പിന്താങ്ങുന്നുണ്ടോ? അതോ താങ്കളുടെ മതമോ സമുദായമോ അത്തരത്തിലുള്ള രീതിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? താങ്കളിൽ നിന്ന് ഞാൻ അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം താങ്കൾ വളരെ സൗമ്യമായിട്ടാണ് സാധാരണ രീതിയിൽ വരാറ്. പക്ഷെ ആ സ്ത്രീയുടെ വിശ്വാസവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ അതിന്റെ കുറവുണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ സമുദായവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മതവും ഈ സ്ത്രീയുടെ അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത് എന്ന് താങ്കൾ ഒന്ന് ഇത് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ എല്ലാവരെയും മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം ആ സ്ത്രീയിലാണോ കെട്ടപ്പെട്ട്, അവര് നിങ്ങളുടെ വിശ്വാസ പ്രകാരം ആ സ്ത്രീ തട്ടിട്ട് വരണം. ഇപ്പൊ അങ്ങനെ തന്നെയല്ല, ഇതിന്റെ ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുഡാപ്പികളാണ്. സുഡാപ്പികൾ അങ്ങോട്ട് ഈ സ്ത്രീനെ കൊണ്ട് നടക്കാണ്. കാരണം മതം വിട്ടു പോയവരെ ഇവര് വിമർശിക്കുന്നു, മ്ലേച്ഛമായ രീതിയിൽ തെറി പറയുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ സുഡാപ്പികൾ ഈ സ്ത്രീനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ താങ്കളും അതേ നിലപാടാണോ മിസ്റ്റർ അനിൽ മുഹമ്മദ്? ഇതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ അയച്ചുവിടുക, അതൊരു പ്രതിപക്ഷ ബഹുമാനം അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തിന് യോജിച്ചതല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. അത് ജാമിദ ടീച്ചർ താങ്കൾ അങ്ങനെ ചെയ്യുന്നത് വഴി ഫേമസ് ആവാണ്. ഇന്ന് ജാമിദ ടീച്ചർ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ജാമിദ ടീച്ചറിനെയും ആരിഫ് ഹുസൈനൊക്കെ നിങ്ങൾ പണ്ടേ മറ്റു രീതിയിൽ ദേഹോപദ്രവം ചെയ്തേനെ. എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇത് നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഭയത്തിന്റെ പേരിൽ നിങ്ങൾ അവരെ ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു നോക്കാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഫലം ഞാൻ അനിൽ മുഹമ്മദിന് പറഞ്ഞുതരാം. താങ്കൾ അതിൽ ഇടപെട്ടത് കൊണ്ടാണ് താങ്കൾ സന്തോഷത്തോടെ 2-3 വീഡിയോ ചെയ്തു. കാരണം ഇവളുടെ ചരിത്രം നോക്കൂ, ഇവള് ക്രിസ്ത്യാനിനെ കെട്ടി, അത് കഴിഞ്ഞ് വീണ്ടും കെട്ടി എന്നാണ് താങ്കൾ വിമർശിച്ചത് ഈ ജാമിദ ടീച്ചറിനെ. മറ്റേ മുസ്ലിം സ്ത്രീ വിമർശിച്ചത് വളരെ മോശമായ രീതിയിലാണ്. ഞാൻ 1-2 വീഡിയോ കണ്ടത് റീന ഫ്രാൻസിസിനെയും ജാമിദ ടീച്ചറൊക്കെ വിമർശിക്കുന്നതാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട വീഡിയോസ്. നിങ്ങൾ വിമർശിക്കുക വഴി ഈ ജാമിദ ടീച്ചർ ഇതിലും ഉയരങ്ങളിലേക്ക് വളരും. അവരുടെ പിന്തുണ വളരും. അവര് നിങ്ങളിരിക്കുന്ന കൊമ്പ് വെട്ടും, അടിത്തറ തകർക്കും. ഞാൻ ഇതൊരു പരസ്യമായ രഹസ്യമായിട്ട് താങ്കളോട് പറയാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അവരുടെ പിന്നിൽ അണിനിരക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും. അതും താങ്കൾ തന്നെ താങ്കളുടെ കടയ്ക്ക് കോടാലി വെക്കുന്നതിന് തുല്യമായിട്ടുള്ള താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസ പ്രമാണത്തെയും മതത്തെയും സമുദായത്തെയും തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് ചെന്നെത്തുമെന്ന് താങ്കൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്.